ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സാക്കീസ് നെസ്റ്റ്. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് കൂടുതൽ മസാലയൊന്നും ഇല്ലാത്ത നല്ല ഫ്ലേവർഫുൾ ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള കൊൽക്കത്ത സ്റ്റൈൽ ബീഫ് ബിരിയാണിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അതിനു മുമ്പ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യുക, ഫാമിലീസിനും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഈ ഒരു ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ 1 കിലോ ബസ്മതി റൈസ് എടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് കഴുകിയെടുക്കാം. ഇപ്പോൾ ഇത് നന്നായി കഴുകി അതിൽ നിറയെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു മണിക്കൂർ കുതിരാൻ വേണ്ടി മാറ്റി വെക്കാം. ആ ഒരു സമയം കൊണ്ട് നമുക്കിവിടെ മസാല തയ്യാറാക്കി എടുക്കാം. അതിനുവേണ്ടി ഞാനിവിടെ 1 കിലോ ബീഫ് എടുത്തിട്ടുണ്ട്. എല്ലും നെയ്യും എല്ലാം അടങ്ങിയിട്ടുള്ള ഒരു ബീഫാണിത്. ഇത് മീഡിയം സൈസ് വലുപ്പത്തിൽ കട്ട് ചെയ്ത് നല്ലോണം കഴുകിയെടുത്തിട്ടുള്ള ബീഫാണ്. ഇനി ഈ ഒരു ബീഫ് ഒരു പ്രഷർ കുക്കറിലേക്ക് മാറ്റി കൊടുക്കാം. ബീഫ് മുഴുവനും പ്രഷർ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും 2 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും 2 പീസ് ഏലക്കായും 2 പീസ് ഗ്രാമ്പൂവും 1 പീസ് കറുകപ്പട്ടയും 3/4 കപ്പ് തൈരും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പുളിയുള്ളതായാലും ഇല്ലാത്തതായാലും 3/4 കപ്പ് തൈര് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് വെള്ളവും കൂടി ചേർത്ത് കൊടുത്ത് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി കുക്കർ അടച്ച് വെച്ച് 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിലും 15 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലും കുക്ക് ചെയ്തെടുക്കാം. അതായത് ബീഫ് ഒരു 90% ഒക്കെ കുക്ക് ചെയ്തെടുത്താൽ മതി. ബാക്കി നമ്മൾ ദം ചെയ്യുന്ന സമയത്ത് നന്നായിട്ട് കുക്കായിക്കോളും. ബീഫ് അവിടെ വേവാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ആ ഒരു സമയത്ത് വേറൊരു പ്രഷർ കുക്കറിലേക്ക് അത്യാവശ്യം വലുപ്പത്തിലുള്ള 2 ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും 1 ടീസ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും 1/2 ടീസ്പൂൺ ബിരിയാണി മസാലയും 2 ടേബിൾ സ്പൂൺ തൈരും 1/2 കപ്പ് സൺഫ്ലവർ ഓയിലും 2-3 ഡ്രോപ്സ് ഫുഡ് കളറും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് വെള്ളവും കൂടി ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം. ഫുഡ് കളർ ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇനി ഇത് അടച്ച് വെച്ചൊരു 3 വിസിൽ വരെ കുക്ക് ചെയ്തെടുക്കാം. ഇപ്പം ഈ ഒരു ഉരുളക്കിഴങ്ങ് 3 വിസിൽ വന്നതിന് ശേഷം അതിൻ്റെ പ്രഷറൊക്കെ കളഞ്ഞ് കുക്കർ ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഉരുളക്കിഴങ്ങ് ഇപ്പോൾ ആവശ്യത്തിന് കുക്കായി വന്നിട്ടുണ്ട്. അതവിടെ മാറ്റി വെക്കാം. ഇനി വേറൊരു പാത്രം അടുപ്പിലേക്ക് വെച്ച് അതിലേക്ക് 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നന്നായിട്ട് കനം കുറഞ്ഞരിഞ്ഞ 3 സവാള ചേർത്ത് കൊടുക്കാം. ഈ ഒരു സവാള ഗോൾഡൻ കളർ ആവുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പം ഈ ഒരു സവാള ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. മുഴുവൻ സവാളയും എണ്ണയിൽ നിന്നും കോരി മാറ്റിയിട്ടുണ്ട്. ഇനി ബിരിയാണിയിലേക്കുള്ള റൈസ് വേവിച്ചെടുക്കണം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് അത്യാവശ്യം കുറച്ചധികം തന്നെ വെള്ളം എടുത്തിട്ടുണ്ട്. ആ ഒരു വെള്ളത്തിലേക്ക് 5-6 ഏലക്കായയും ഒരു വലിയ പീസ് പട്ടയും 5-6 ഗ്രാമ്പൂവും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഈ ഒരു സമയം കൊണ്ട് നമ്മൾ കുക്കാവാൻ വെച്ചിട്ടുള്ള ബീഫ് ഇവിടെ അത്യാവശ്യം നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിൽ നിന്നും ബീഫ് നമുക്കൊന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കണം. ഇപ്പം ബീഫ് മുഴുവനും ഞാൻ ഇതിൽ നിന്നും സെപ്പറേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഈ ബീഫ് വെന്തിട്ടുള്ള ആ ഒരു സ്റ്റോക്ക് ഉണ്ടല്ലോ, അത് കളയരുത്. അത് നമുക്ക് ആവശ്യമുണ്ട്. അത് നമുക്കൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ റോസ് വാട്ടറും 1 ടീസ്പൂൺ കേവ്ര വാട്ടറും
3-4 ഡ്രോപ്സ് മീത്താത്രം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിന് നല്ലൊരു സ്മെല്ല് കിട്ടാൻ വേണ്ടിയിട്ടാണ് മീത്താത്രം കേവര വാട്ടർ ഒക്കെ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു ചെറുനാരങ്ങ പിഴിഞ്ഞൊഴിച്ചു കൊടുക്കാം. വലിയ ചെറുനാരങ്ങയൊക്കെ ആണെങ്കിൽ ഒരു പകുതി മതി. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഇപ്പം നമ്മൾ തിളക്കാൻ വെച്ചിട്ടുള്ള ആ ഒരു വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ കഴുകി കുതിരാൻ വേണ്ടി വെച്ചിട്ടുള്ള ആ ഒരു ബസ്മതി റൈസ് അതിലെ വെള്ളമൊക്കെ കളഞ്ഞ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും 1-2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കിയ ശേഷം പാത്രം അടച്ച് വെച്ച് റൈസ് ഒരു 80% കുക്കാവുന്നത് വരെ ഒന്ന് വേവിച്ചെടുത്താൽ മതി. ഇപ്പം നമ്മുടെ റൈസ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അങ്ങനെ റൈസ് ആവശ്യത്തിന് കുക്കായി വന്നിട്ടുണ്ട്. അതായത് ഒരു 80% കുക്കായിട്ട് വന്നിട്ടുണ്ട്. ബാക്കി വേവ് നമ്മൾ ദം ചെയ്തെടുക്കുന്ന സമയത്ത് വെന്തോളും. ഇനി ഈ റൈസ് നമുക്ക് ഈ വെള്ളത്തിൽ നിന്നും കോരി മാറ്റാം. റൈസ് മുഴുവനും വെള്ളത്തിൽ നിന്നും കോരി മാറ്റിയിട്ടുണ്ട്. ഇനി വേറൊരു പാത്രത്തിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ആ ഒരു ബീഫ് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ മുകളിലായിട്ട് ഫ്രൈ ചെയ്തിട്ടുള്ള സവാള ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഡ്രൈ പ്ലമ്മോ അല്ലെങ്കിൽ കിസ്മിസോ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ കിസ്മിസാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഒരല്പം കിസ്മിസ് ചേർത്താൽ മതി കേട്ടോ. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് 1/2 ടീസ്പൂൺ ബിരിയാണി മസാല ചേർത്ത് കൊടുക്കാം. ഇനി അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ആ ഒരു ഉരുളക്കിഴങ്ങ് ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഉരുളക്കിഴങ്ങ് 2ആയിട്ട് കട്ട് ചെയ്തിട്ടാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ഉരുളക്കിഴങ്ങ് വേവിച്ചിട്ടുള്ള ആ ഒരു വെള്ളം ഉണ്ടല്ലോ അത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ ഒരു 30 ഗ്രാം മാവ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പാൽപ്പൊടിയും പാലും ബട്ടറും ചേർത്ത് വീട്ടിൽ തന്നെ ഇൻസ്റ്റൻ്റ് ആയിട്ട് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള മാവയാണ് കേട്ടോ ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ബീഫ് വേവിച്ചിട്ടുള്ള ആ ഒരു സ്റ്റോക്ക് ചേർത്ത് കൊടുക്കാം. ഒരു 2-3 തവി സ്റ്റോക്ക് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ മുകളിലായിട്ട് വേവിച്ചെടുത്തിട്ടുള്ള ഒരു റൈസ് ചേർത്ത് കൊടുക്കാം. റൈസ് ഒന്ന് ലെവൽ ചെയ്ത് വെച്ച് കൊടുത്ത ശേഷം അതിൻ്റെ മുകളിലേക്ക് ഒരു 4-5 തവി ബീഫ് വേവിച്ചിട്ടുള്ള സ്റ്റോക്ക് വാട്ടർ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഒരല്പം പാലിൽ ഒരു പിഞ്ച് യെല്ലോ ഫുഡ് കളറോ അല്ലെങ്കിൽ മഞ്ഞൾപ്പൊടിയോ എന്തെങ്കിലും ചേർത്തൊന്ന് മിക്സാക്കിയ ശേഷം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഗീ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഒരല്പം മല്ലിയില കട്ട് ചെയ്തത് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഇനി ലാസ്റ്റായിട്ട് ഇതിലേക്ക് 1/2 ടീസ്പൂൺ ബിരിയാണി മസാല കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഈ പാത്രം അടച്ച് വെച്ച് 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിലും 15 മിനിറ്റ് ഏറ്റവും ലോ ഫ്ലെയിമിലും ഇട്ടൊന്ന് ദം ചെയ്തെടുക്കാം. ഇരുപത് മിനിറ്റ് ദം ചെയ്ത ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് വീണ്ടും ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്ത ശേഷം ഞാനിവിടെ പാത്രം ഓപ്പൺ ചെയ്ത് നോക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ റൈസ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം നല്ല സ്മെല്ലൊക്കെ ഉള്ള നല്ല ഫ്ലേവർഫുൾ ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു കൊൽക്കത്ത ബിരിയാണി ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. എപ്പോഴും ഒരേ രീതിയിൽ ബിരിയാണി ഉണ്ടാക്കി മടുത്തവർക്ക് ഈ ഒരു സ്റ്റൈലിലൊന്ന് വെറൈറ്റി ആയിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ കൂടുതൽ മസാലയൊന്നും ഇല്ലാത്ത കൂടുതൽ മസാലപ്പൊടികളൊന്നും ചേർക്കാത്ത നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബിരിയാണിയാണിത്. ഇത് നമുക്ക് ചൂടോടെ തന്നെ ഒരു സെർവിംഗ് പ്ലേറ്റിലോട്ടേക്ക് സെർവ് ചെയ്യാം. പിന്നെ ഇതിൽ ചേർത്തിട്ടുള്ള മീത്താത്രം കേവര വാട്ടറും മാവയൊക്കെ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇല്ലെങ്കിൽ അതൊക്കെ സ്കിപ്പ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇതിൻ്റെ ആ ഒരു ഓതന്റിക് സ്റ്റൈലിൽ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ഇതൊക്കെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതിലെ ബീഫും റൈസും ഒക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കുക്കായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. റെസിപ്പി ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യുക. ഫാമിലീസിനും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യണേ. അപ്പോൾ മറ്റൊരു വെറൈറ്റി റെസിപ്പിയുമായി വീണ്ടും കാണാം. അതുവരേക്കും താങ്ക് യു.